പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവരെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടേണ്ടതെന്ന് കാലം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. അടുത്തുള്ളവരെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. എത്ര തെറ്റുകൾ ചെയ്താലും ആ പുരുഷനെ ഒരു സ്ത്രീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവളുടെ സ്നേഹം അത്രമേൽ തീവ്രമാണ്. നമ്മൾ നല്ലതായാൽ മതി. നല്ലതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച് സമയം വെറുതെ കളയരുത്. കുട്ടികൾക്ക് 2 കാര്യങ്ങൾ പകർന്നു നൽകുക. ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ, രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ. ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെ ഉണ്ടാകുന്ന ചിലരുണ്ട്. അവരുടെ വാക്കുകൾ മതി നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകുവാൻ. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാൻ അയാളെ തന്നേക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവില്ല. പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും. അതാണ് ജീവിതം. പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല പിന്മാറുന്നത്. വിഡ്ഢികളോട് പ്രതികരിക്കാൻ നിന്നാൽ ഒന്നെങ്കിൽ അവരെ പോലെയാകണം, അല്ലെങ്കിൽ അവരുടെ നിലയിലേക്ക് താഴേണ്ടി വരും. ഇതിന് രണ്ടും കഴിയാത്തത് കൊണ്ട് മാത്രമാണ് പിന്മാറുന്നത്. ചതിക്കുന്ന സ്ത്രീകളെ തിരിച്ചറിയാൻ കഴിയുന്ന 2 കാര്യങ്ങൾ: 1 അമിതമായി കളവ് പറയും, 2 അനാവശ്യമായി കുറ്റപ്പെടുത്തും. ജീവിതത്തിൽ എവിടെയായാലും ഒഴിവാക്കുകയാണെന്ന് തോന്നിയാൽ തനിയെ ഒഴിഞ്ഞു മാറണം. ഒത്തിരി വേദനിക്കുന്നതിനേക്കാൾ നല്ലത് ഒഴിഞ്ഞു മാറുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ്. വാക്കുകളെ വിശ്വസിക്കരുത്, പ്രവൃത്തികളെ വിശ്വസിക്കുക. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം അസാധ്യമാണ്. ജീവിതത്തിൽ തുടർച്ചയായി ആരോപണങ്ങൾ നേരിടുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ്. കണ്ട സ്വപ്നവും ജീവിതവും തമ്മിൽ വല്ലാത്തൊരു അകലമാണ്, ഭൂമിയും ആകാശവും പോലെ. നഷ്ടങ്ങളിലേക്കല്ല, ഇഷ്ടങ്ങളിലേക്കാണ് നാം നമ്മെ നയിക്കേണ്ടത്. തൻ്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല. യുവത്വത്തിന്റെ വീക്ഷണകോണിൽ ജീവിതം ഒരു അനന്തമായ ഭാവിയാണ്. എന്നാൽ വാർദ്ധക്യത്തിന്റെ വീക്ഷണകോണിൽ അത് വളരെ ചെറിയൊരു ഭൂതകാലമാണ്. എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ, പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക. എന്തെന്നാൽ നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് മറക്കാതിരിക്കുക. മിതമായ ആഗ്രഹങ്ങളാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത്. ചില വേദനകൾ അങ്ങനെയാണ്. മനസ്സിന് താങ്ങാനും പറ്റില്ല, ആരോടും പറയാനും പറ്റില്ല. ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ്. ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല, തനിച്ചു നടന്നപ്പോൾ ഒരു പിൻവിളിക്ക് പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം. സ്നേഹിച്ചു പിരിഞ്ഞവർക്ക് ഒരിക്കലും നല്ല സുഹൃത്തുക്കളാകാൻ കഴിയില്ല. കാരണം അവർ പരസ്പരം വേദനിപ്പിച്ചവരാണ്. അവർക്ക് ശത്രുക്കളാകുവാനും കഴിയില്ല. കാരണം ഒരിക്കൽ അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. മനുഷ്യൻ അവനവനായിരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖംമൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു. ഉപജീവനത്തിന് തൊഴിൽ, ഭയം, ലജ്ജ, ദയ, ത്യാഗശീലം ഇവ 5ഉമില്ലാത്ത ദേശത്ത് ഒരു നിമിഷം പോലും താമസിക്കരുത്. നിങ്ങൾ ജന്മനാ വിജയിയോ പരാജിതനോ അല്ല. ജനിച്ചതു മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. ജീവിതം എന്നാൽ ഒരു തുറന്ന പുസ്തകമാണ്. വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെ ഇരിക്കും ആ പുസ്തകത്തിന്റെ സാരാംശം. ബുദ്ധിമാനായ ഒരു വ്യക്തി ഒരിക്കലും സ്ത്രീയോട് വെളിപ്പെടുത്താത്ത 2 കാര്യങ്ങൾ: 1 തൻ്റെ ഭൂതകാലം, 2 ബാങ്ക് ബാലൻസ്. സ്വന്തം മനസ്സിന്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ്.
നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ജീവിതം എത്രയോ രസകരമാണ്. നിങ്ങൾ ദുഃഖങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖിക്കപ്പെടും. ജീവിത പാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരുന്നതാണ്. പൂവിന് തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹമുണ്ടാവണമെന്നില്ല. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക. കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കും. എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ചിലരോടുള്ള പെട്ടെന്നുള്ള മാറ്റം നമ്മളെ വേദനിപ്പിക്കും. നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നു കൊടുത്തിട്ടും ഒരു പ്രയോജനവുമില്ല. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുക എന്നത് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ വിവേകത്തോടെ ആഘോഷമാക്കി മാറ്റുക. നിങ്ങളുടെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നതിൽ സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവരെ അവർക്കിഷ്ടമുള്ളതുപോലെ സംസാരിക്കാൻ വിടുക. നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ വിലയുള്ളതാകും വരെ മിണ്ടാതിരിക്കാൻ ശീലിക്കുക. അർത്ഥമില്ലാത്ത വാക്കുകളേക്കാൾ നല്ലത് നിശബ്ദതയാണ്. കുട്ടികൾക്ക് ജ്ഞാനവും വിവേകവും വിനയവും പകർന്നു കൊടുക്കുക. അപ്പോൾ മനുഷ്യരെ ശിക്ഷിക്കേണ്ട ആവശ്യകത ഇല്ലാതാകും. നമ്മളെ മറ്റുള്ളവർ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലരാണ് നമ്മളെ വെറുക്കുന്നത്. അവരെ അവരുടെ വഴിക്ക് തന്നെ വിടുക. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കാൻ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവ് കഴിവുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സത്യം യാത്ര തുടങ്ങുമ്പോഴേക്കും കള്ളം നാടുചുറ്റി തിരിച്ചു വന്നിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകൾ സത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഒരു ചെറിയ കാര്യത്തെ ഒരുപാട് വാക്കുകളിൽ പറയരുത്. എന്നാൽ ഒരു വലിയ കാര്യത്തെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പഠിക്കണം. അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല. അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യരും സ്വതന്ത്രനല്ല. മുഖത്ത് മേക്കപ്പ് ഇടാത്ത സ്ത്രീകൾ പൊതുവെ ധൈര്യശാലികളായിരിക്കും. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമാത്രം കൈത്താങ്ങാകുവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. നിങ്ങൾ സ്വയം പ്രചോദിതരാവുക. നിങ്ങളുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നവരുടെ വാക്കുകൾക്ക് ചെവി നൽകരുത്. മറ്റാരും നിങ്ങളെ പ്രചോദിപ്പിക്കുമെന്നും കരുതരുത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക. എന്നാൽ വൈരാഗ്യം, കോപം, അത്യാഗ്രഹം തുടങ്ങിയ വികാരങ്ങളിലൊന്നും പ്രവർത്തിക്കരുത്. സ്നേഹം, ദയ, കരുണ തുടങ്ങിയ നല്ല ഗുണങ്ങൾ നിങ്ങളിൽ നിറയട്ടെ. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്തും തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. ഏറ്റവും ശക്തരും വിജയികളുമായ വ്യക്തികൾക്ക് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ 2 അവസരങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പരാജയപ്പെട്ട് പോരാട്ടം അവസാനിപ്പിക്കുക. ഇതിൽ ആദ്യത്തെ ആയിരിക്കാം അവർ തിരഞ്ഞെടുത്തത്. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. ഇത്തിരി സന്തോഷിച്ചാൽ ഒത്തിരി സങ്കടപ്പെടേണ്ടി വരുമെന്ന് കരുതി സന്തോഷിക്കാതിരുന്നാൽ ജീവിതത്തിൽ സങ്കടപ്പെടാൻ മാത്രമേ സമയമുണ്ടാകൂ. അഭിനയിക്കാതെ ജീവിക്കുക, ആശ്രയിക്കാതെ സ്നേഹിക്കുക, പ്രതിരോധിക്കാതെ കേൾക്കുക, അപമാനിക്കാതെ സംസാരിക്കുക. എല്ലാ വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് കാണിക്കാൻ. ഒരു മെഴുകുതിരി വാങ്ങാനായി നിങ്ങളുടെ കൈവശമുള്ള സൂര്യനെ വിൽക്കരുത്. കൈവശമുള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ വില അറിയൂ. ഏത് പ്രതിസന്ധികളിലും ആത്മധൈര്യം കൈവിടരുത്. നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും. എന്തൊക്കെ സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതൊക്കെ ആരെയും അറിയിക്കാതെ ചിരിച്ചുകൊണ്ട് നടക്കണം. നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് മാത്രമുള്ളതാണ്. സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ തുടങ്ങി നമ്മുടെ മനസ്സിൽ തന്നെ അവസാനിക്കണം. നല്ല ചിന്തകൾ മാത്രമല്ല, അത് പ്രാവർത്തികമാക്കാനുള്ള നല്ലൊരു മനസ്സും ദൃഢനിശ്ചയവും കൂടിച്ചേരുമ്പോഴാണ് നല്ല ചിന്തകൾ എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത്.
ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ കാണിക്കും. മൗനമാണ് പല സമയത്തും നല്ലത്. പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും. കാരണം തെറ്റ് ചെയ്തവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരായിരിക്കും. 1000 തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ്, മനസ്സിലും ജീവിതത്തിലും. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം. കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നാളെ അവരുടെ സന്തോഷത്തിന് വേണ്ടി നീ മാറി നിൽക്കേണ്ടി വരും. മുഖങ്ങൾക്കിടയിലുള്ള മുഖംമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ വിജയമാണ്. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല, അത് നിങ്ങൾ ഇന്നേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. യഥാർത്ഥ ബന്ധുക്കളെയും സ്നേഹിതരെയും തിരിച്ചറിയണമെങ്കിൽ നാം രോഗത്തിലോ മറ്റു പ്രതിസന്ധികളിലോ അകപ്പെടണം. അന്നേരം നമുക്കറിയാം ചില കാപട്യത്തിന്റെ പൊയ്മുഖങ്ങൾ. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ വളർത്തിയെടുക്കുന്ന മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. നിത്യവും സന്തോഷകരമായി ചിന്തിക്കാൻ ശീലിക്കുക. നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല നമ്മുടെ ജീവിതം നിർണയിക്കപ്പെടുന്നത്, സംഭവിക്കുന്നതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ക്ഷമയോടെ കാത്തിരിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. കാരണം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് പകരം നമ്മളോട് തന്നെയാണ് സംസാരിക്കേണ്ടത്. മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ളതാകരുത് നമ്മുടെ ജീവിതം. 1000 ശരികൾക്കിടയിൽ ഒരു തെറ്റിനായി കാത്തിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ. എരിയുന്ന തിരിയും പകരുന്ന അഗ്നിയും എന്നും പ്രകാശം പരത്തുന്നു. നന്മയുടെ പ്രകാശം പരത്തുന്ന പൊൻകിരണങ്ങളാണ് നിങ്ങളിൽ നിന്നും പ്രവഹിക്കുന്നതെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരുടെ വിമർശനങ്ങളിൽ തളരേണ്ടതില്ല. വലിയ ചുണ്ടുകളും വിടർന്ന കണ്ണുകളുമുള്ള സ്ത്രീകൾ പൊതുവെ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും. ആഴത്തിലുള്ള സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന. ഒരിക്കലും ഒരാളെയും നമ്മുടെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കരുത്. കാരണം നമ്മുടെ സ്നേഹം അവരുടെ ജീവിതത്തിൽ ഒന്നുമല്ലായിരുന്നു എന്നറിയുമ്പോൾ അത് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും.